ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നല്ല നേരം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൈ ഡൈനിങ്ങും പിന്നെ ഒരു 90 ഫീറ്റ് വാട്ടർഫോള്, പിന്നെ നോർമലി ഉണ്ടാവുന്ന പോലെ അക്വേറിയം, പിന്നെ ബേർഡ്സൊക്കെ വെച്ചിട്ട് കുറേ സ്റ്റാളിലൊക്കെ വെച്ച് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റിനായിട്ടുള്ളത് ഒരു 300 റുപ്പീസാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബീച്ച് സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് വേർത്തിയാണോ ഇല്ലയോ എന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ വാട്ടർഫോൾ സെറ്റപ്പ് ഇന്ന് പകുതിയെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് ആൾക്കാർ വരുന്നത് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരങ്ങനെ തുറന്നിട്ടില്ല. പക്ഷേ ആ സെറ്റപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഡൈനിങ്ങൊന്നുമല്ല, ഒരു 5 മിനിറ്റ് നമ്മൾ പൊക്കത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ ഇറക്കുക, ആ പരിപാടിയാണ്. പക്ഷേ ഇതൊരു 90 ഫീറ്റിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നു. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ക്യൂ ഒക്കെ നിന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആവശ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കയറി അതിനകത്ത് ഇരുന്നത് പൊങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ ടെൻഷനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇരിക്കുന്ന ചെയർ തന്നെ ഈ റൊട്ടേറ്റ് ആവും. വേണമെങ്കിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ചുറ്റും ഒന്ന് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വാട്ടർഫോൾ 90 ഫീറ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ അതിനേക്കാളും പൊക്കത്തിലാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് കയറുമ്പോൾ, ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും പൊക്കത്താണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെവലെന്ന് പറയുന്നത് ജയൻറ്റ് വീലില്ലേ, ആ ലെവലിനോട് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. താഴോട്ടേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ കാല് പോലെ എനിക്ക് അത് അവിടെ ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം സീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാലോട് നനയ്ക്കാൻ പോലും പേടിയായി. നീയും ആകാശത്തൊട്ടിൽ ഒരേ ലെവലിലിരിക്കും. പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പേടിയൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ വിവിക്ക് അവിടെ നിന്ന് വാ നമുക്ക് ലവ് സിമ്പിൾ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും. അപ്പോൾ വാട്ടർഫോൾ സെറ്റപ്പും ഇതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള 2 സാധനങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ബേർഡ് സെക്ഷനാണ് കേട്ടോ. പക്ഷെ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് പോലെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, കുറച്ച് സഫിക്കേറ്റിംഗ് ഫീലായിരുന്നു കയറിയിട്ടൊരു കുറച്ച് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ ഈ പാമ്പിനെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ചേട്ടന് ഒരു പേടിയില്ലായിരുന്നു, ആ കൊച്ചിനും ഒരു പേടിയില്ലായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ ഗോസ്റ്റ് ഹൗസ് ആയിരുന്നു. അതിൽ പേടിക്കാനൊന്നുമില്ല, നമ്മൾ നേരെ നടക്കുന്നതിന് പകരം ഗോസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ മതി. പിന്നെ എക്വേറിയം ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് മീനുകളെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് സ്റ്റാൾസ് ആയിരുന്നു, ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ ഫോൺ കവേഴ്സ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഫോണിൽ ഒട്ടിക്കുന്ന ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും വരുന്നത് റൈഡ്സ് ആയിരുന്നു കേട്ടോ. മാക്സിമം കൊച്ചുങ്ങൾക്ക് പറ്റിയിട്ടുള്ള റൈഡ്സ് ആയിരുന്നു. എന്നാലും ഞങ്ങളൊരു 2 റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ അതോടുകൂടി എക്സിബിഷനിൽ ഫുള്ളായിട്ട് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടർഫോളിൻ്റെ സെറ്റപ്പും ആ സ്കൈ ഡൈനിങ്ങിൻ്റെ ആ സംഭവമായിരുന്നു. ബാക്കിയൊന്നും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ 300 രൂപയ്ക്ക് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഓവറായിട്ടാട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.